എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് നമ്മുടെ ഗാർഡൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാനാണ്. അപ്പം നമ്മുടെ വീട് അതിൻ്റെ പുറത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട് ഗാർഡനും ബാക്ക് ഗാർഡനും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീടും ഇതാണ് കേട്ടോ നമ്മുടെ വീട്, കണ്ടോ. അപ്പം ഇവിടെയാണ് നമ്മുടെ ഗാർഡൻ തുടങ്ങുന്നത്. അപ്പം അവിടെ നമുക്ക് കാണാം ഒരു ഗേറ്റ്, അവിടെ മുതലാട്ടോ നമ്മുടെ വീട്. അപ്പം ഞാൻ ഇവിടെ നിന്നുള്ള പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു പോകാം. ഇത് നല്ല മണമാണ്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒരു കർപ്പൂരത്തിൻ്റെ ഒക്കെ എന്താ പറയുക, തുളസിയുടെ ഒക്കെ ഒരു മണമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അവിടെ കാണുന്ന ഒരു മഞ്ഞ കളറുള്ള ഇത് കണ്ടോ, ഈ മഞ്ഞ കളറുള്ള ഇത് നമ്മുടെ 4 മണിയാണ്. അത് മൊത്തം മഞ്ഞ കളറാണ് കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ നിറയെ പൂക്കളാണ്. ഇവിടെ നമ്മുടെ സീനിയ പോലത്തെ ഉള്ള പൂക്കളാണ് കേട്ടോ ഇവിടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ. കണ്ടോ കണ്ടോ. അപ്പം അവിടെ അങ്ങനെ ആ ചെടികൾ തന്നെ അവിടെ നമ്മൾ നടുക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ റോസയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. നമ്മുടെ റോസപ്പൂക്കളും ഇത് കണ്ടോ, അതിൻ്റെ ഒരു പൂവ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, റോസപ്പൂ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത് പല കളറാണ്, ഒരു പിങ്കും പിന്നെ ഒരു ഡാർക്ക് കളറും ഒക്കെ ആയിട്ട് വരും കേട്ടോ. ഇത് കാണിച്ചാൽ ഇത് മൊത്തം ആ റോസപ്പൂക്കളാണ് കേട്ടോ. ഇവിടെ ചിലപ്പോൾ ആൾക്കാർ ഇവിടെ കൂടെ നടന്നു പോകുമ്പം ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് ഇവിടെ നിന്ന് കേട്ടോ. അപ്പം ഇതിങ്ങനെ കാട് പിടിച്ചിങ് കിടക്കും. അപ്പം നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മളിതിൻ്റെ തട്ടി നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു നല്ല മണമാണേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് ഇങ്ങനെയൊരു കളറാകും, ഇങ്ങനെ പതുക്കെ ഫെയ്ഡായിട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കളറ് കേട്ടോ. കണ്ടോ, അപ്പം ഇതിൻ്റെ ഒരു ഡാർക്ക് കളറ് ഞാൻ കാണിച്ചു തരാവേ. അവിടെ അതിൻ്റെ മൊട്ടുണ്ട്, എനിക്കിവിടുന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് കേട്ടോ, ഇത് കണ്ടോ, നമ്മുടെ കാറിൻ്റെ അതും ആ കളറും ഒരു മാച്ചിങ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 10 മണി ആണ് കേട്ടോ. അപ്പം ഇത് 10 മണിയല്ല, സോറി, 4 മണി. അപ്പം ഇതിൻ്റെ ഉണ്ടല്ലോ ഈ മുട്ട നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഇവിടെ 2, 3, 4 പ്രാവശ്യം ഇതിന് പൂ വിടരുന്നുണ്ട് കേട്ടോ. കാരണം എന്നാണെന്നറിയാമോ, ഇതിന് ഒരു കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. UK സമയമാണോ കേരളത്തിൻ്റെ സമയമാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സീഡ്, നിങ്ങൾക്ക് കാണാമായിരിക്കും ഈ കറുത്ത ഇതുള്ള. അപ്പോൾ നമുക്കിതിങ്ങനെ എടുത്തിട്ടാണ് ഞങ്ങളിത് കുഴിച്ച് വെക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്നിതുണ്ടായതാണ്. ഇപ്രാവശ്യം നമ്മൾ സൺഫ്ലവർ ഒന്നും കുഴിച്ച് വെച്ചില്ല. അപ്പം ഇത് ഇവിടുത്തെ അരി കിടന്നിട്ട് ഉണ്ടായതാട്ടോ നമ്മുടെ ഈ സൺഫ്ലവർ. അപ്പം അത് പിന്നെ എന്താ പറയുക, പിന്നെ ഇത് ഒരു നല്ല കട്ട ഒരു പൂവാണ്. അതിൻ്റെ പേരെന്താണെന്ന് ശരിക്കും അറിയത്തില്ല. നല്ലൊരു പൂവുണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഇത് കൈതവാഴ, നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പൂവൊക്കെ ഇപ്പോൾ പോയി കേട്ടോ. ഇത് നമ്മുടെ കൈതവാഴയാണ്. അപ്പം ഇതും നമ്മൾ ഇവിടെ കഴിഞ്ഞ വർഷം നട്ടതായിരുന്നു ഒരെണ്ണം. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ടേ. പിന്നെ ഇത് വേറെ നമ്മുടെ ഒരു മഞ്ഞ കളറുള്ള റോസയാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഓരോ പൂക്കൾ കണ്ടോ. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. ഞാൻ തന്നെ പറയാം നല്ല ഭംഗിയാണ്. നിങ്ങൾ നല്ല ഭംഗിയാണോ എന്ന് ഒന്ന് കമൻ്റ് ഇടണേ. അപ്പം ഇതതിൻ്റെ ഒരു കളറ്. അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് കേട്ടോ, നിങ്ങൾക്ക് കാണാമോ? ഇത് കേട്ടോ, അതിൻ്റെ തന്നെ വേറൊരു കളറാണേ. അത്തേലും ഉണ്ട് കുറച്ച് പൂക്കൾ. ഇതാണ് അതിൻ്റെ ഇല. ഇതിൻ്റെ പേരൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. ഞാനാണ് ഇത് മേടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പേരുള്ള സാധനം ഇവിടെ വയ്ക്കുവേ. പക്ഷേ എൻ്റെ കെട്ടിയോൻ അതെല്ലാം എടുത്തുകൊണ്ട് പോകും. എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ, പുള്ളി അതെടുത്ത് കളയും. പിന്നെ നമ്മുടെ പുറകെ നിൽക്കുന്ന അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് പിങ്ക് കളറ്. പിന്നെ ഇത് നല്ല രസമുള്ളൊരു പൂവാണ്, പേരൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ആക്ച്വലി കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്, വേർത്തിട്ട് വയ്യ. ഇത് നമ്മുടെ അതിൻ്റെ പേര് ബൊഗോണിയോ ആ ഒരു സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡാലിയായിരുന്നു. ഡാലിയുടെ പൂവെല്ലാം പോയി, ഇനി ഉണ്ടാവും. പിന്നെ ഇവിടെ അതിൻ്റെ തന്നെ കുറേ ഇങ്ങനെ
ഇവിടെ നമ്മൾ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു ചെടി ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെയുണ്ട്. പിന്നെ ഇങ്ങനെ പോയാൽ നമ്മുടെ മുല്ലയാട്ടോ ഈ നിൽക്കുന്നത്. മുല്ലയിൽ ഇങ്ങനെ നിറയെ മുട്ടൊക്കെ ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, മുട്ടുണ്ടാവും, പൂവുണ്ടാവും, അങ്ങനെ കിടക്കുവാണ്. കണ്ടോ, നിറയെ മുട്ടുണ്ട്. എൻ്റെ ട്രിക്സ് ആൻഡ് ട്രിപ്സ് മുല്ല വളരാനുള്ള നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അതാണ് ഇവിടെ മുല്ല വളരാൻ സഹായിക്കുന്നത് കേട്ടോ. ഞാൻ മുല്ലയുടെ പൂ ഉണ്ടായതുകൊണ്ടാണ് വെട്ടി തൂരെ കളയുന്നുണ്ട്. ഇവിടെ എല്ലാം താഴെ എല്ലാം ഇതുണ്ട്. അപ്പം ഇവിടെ എല്ലാം മുട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂട്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പുറകിലേക്ക് പോയാൽ കുറച്ചും കൂടെ ഒരു തണുപ്പ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വേറൊരു സ്പൈക്കി ടൈപ്പ് ചെടിയുണ്ട്. നല്ല സ്പൈക്കാണ്, ഭയങ്കര മുള്ളായത് കണ്ടോ, ഭയങ്കര മുള്ളാണ്, തൊടാൻ പറ്റത്തില്ല, ഭയങ്കര മുള്ളാണിതിനെ കണ്ടോ. പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി ഉണ്ട്. ഈ ചെമ്പരത്തി ഇവിടെ നമുക്ക് വേറെ ഇതുപോലത്തെ ഇത് കണ്ടോ, ഈ ചെടിയുടെ ഇതുപോലത്തെ കുറേ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ചെമ്പരത്തി അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് വളരുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂല്ലോ എന്തോ ഇത് മറന്നുപോയി അതിൻ്റെ പറയുന്ന പേരെന്താ. നമ്മളിങ്ങനെ അതിൻ്റെ ഷെയ്ഡ് കൊണ്ട് വളരാനുള്ളൊരു സ്ഥലം കിട്ടുന്നില്ല, അതാണേ. പിന്നെ ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പൂവാട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത്. ഈ കാണുന്നത് കാണാമല്ലോ, ഇത്. അമ്മേ, സൂര്യൻ എവിടെയാണ്? സൂര്യ, ഭയങ്കര ചൂടാണ് സൂര്യ. പിന്നെ ഇത് നമ്മുടെ ഒരു ലില്ലി പോലത്തെ കേട്ടോ, ലില്ലിയാണിത്. പിന്നെ ഇത് വേറൊരു ചെടിയായിരുന്നു, നിറച്ചും പൂവുണ്ടാകും ഓണാകുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് 2 കളറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓണപ്പൂക്കൾ ഇടാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഞാൻ പണ്ട് സിമെൻറ്റിൽ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഈ സാധനം ബന്ദിയൊക്കെ പാകം ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഒരു ഷേപ്പ്ലെസ്സായ സാധനം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചെടി ഇതിവിടെയുണ്ട് കേട്ടോ, ഇവിടെയുണ്ട്. നമ്മൾ ബീയൊക്കെ ഇതിലൂടെ പറന്ന് കിടക്കുന്നു, കാണാമോ നിങ്ങൾക്ക്? ഇത്. പിന്നെ നമുക്കിത് ഇവിടെ കുറേ റോസസ് ഉണ്ട്. ഞാൻ ഇച്ചിരി ഒന്ന് സൂം ഔട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഇവിടെ ഒരു റോസയുണ്ട്. ഇത്തരത്ത് ഒരു വെള്ളപ്പൂവായിരുന്നു, അപ്പോൾ അത് മൊത്തം പോയി കേട്ടോ. അപ്പം അതങ്ങനെ. പിന്നെ ഇവിടെ ഒരു വേറെ റോസ, ഇതിൻ്റെയും പൂവ് പോയി തീർന്നു. പിന്നെ ഈ റോസ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പിങ്ക് കളർ റോസപ്പൂ കേട്ടോ അത്. പിന്നെ നമുക്ക് വേറൊരു റോസ, അത്തിൽ നിറച്ചും മുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ കാണാം, ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ കോഴിവളമാണ് കേട്ടോ. നമുക്ക് ചിക്കൻ മാനുവർ എന്ന് പറഞ്ഞ് ഇവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്, ടെസ്കോയിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ എന്നാ പറയുന്നത്, ഇത് വേറൊരു റോസ, ഇതൊരു പർപ്പിൾ കളർ റോസയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ B&Q'യിൽ നിന്നൊക്കെ മേടിച്ചാണ് ഈ റോസയൊക്കെ. കണ്ടോ, നല്ല ഭംഗിയാണത്. പിന്നെ ഇത് വേറൊരു കളറാണ്, ഇത് ഭയങ്കര മണമാട്ടോ. ഇതിൻ്റെ പൂക്കൾ മുട്ടുണ്ടായി നിൽക്കണം കണ്ടോ, ഇതാണ് ഇതിൻ്റെ പൂവിൻ്റെ കളറേ. പിന്നെ ഇത് നമ്മുടെ ഒരു സീനിയ. പിന്നെ ഇത് വേറൊരു ടൈപ്പ് പൂവ്, അതിൻ്റെ പൂ ഇങ്ങനെ കനം കാരണം ഇങ്ങോട്ട് താഴത്തേക്ക് കിടക്കുന്നു. നോക്കാം, ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണിത്, പൂ ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടായി നിൽക്കുമ്പോൾ. അതിപ്പോൾ ഞാൻ ഇങ്ങോട്ടെങ്ങനെ മാറ്റി വെക്കട്ടെ, കാരണം അതിൻ്റെ അത് തന്നെയാണ് കേട്ടോ ഇതും. പിന്നെ ഇത് കുറച്ച് എന്താ പറയുക, സീനിയ. ഇത് വേറൊരു പൂക്കൾ. ഇതിങ്ങനെ അങ്ങനെ ഇങ്ങനെ വരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി ഇവിടുന്ന് കാണിക്കാം. ഇതിങ്ങനെ വരുമ്പം ഈ ചെടികൾ നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഗാർഡനിൽ അല്ലേ. ഇത് കണ്ട, ഈ ഒരു പൂവുണ്ടോ, കണ്ട, ഇതായിരുന്നു അവിടെയൊക്കെ നിന്നത്. ആ ചെമ്പരത്തിക്ക് വളരാൻ പറ്റാതെ. പിന്നെ ഇവിടെ കുറച്ച് റോസയൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടോ. പിന്നെ ഇങ്ങനെ വരുമ്പം നമുക്കിവിടെ എന്താ പറയുക, ചെമ്പരത്തി, നമ്മുടെ ചെമ്പരത്തി കേട്ടോ. ഇത് നിറയെ മുട്ടൊക്കെ ഉണ്ട് ഇതിന്. ഇങ്ങനെ ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ടേ, കണ്ടോ.
നിങ്ങളടുത്ത് കാണിക്കുമ്പം ഇവിടുത്തെ ഇത് ചെയ്ത ചെമ്പരത്തി ഒരു കളറ്, പിന്നെ അതെ ഇതൊരു വേറൊരു കളറാട്ടോ, ഒരു പർപ്പിൾ കളറേ. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഫ്ലവർ ഒരു കുഞ്ഞ് മുല്ലയുടെ ഒരു കമ്പ് കൊണ്ടുത്തന്നതാണ്. അപ്പം ഇത് കട്ടമുല്ലയാണ്. അത് മറ്റേ ഞാൻ മുമ്പേ കാണിച്ചത് എന്താ പറയുക, ഒറ്റ ഇതളിൻ്റെ മുല്ലയാണ്. അത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഈ മുല്ലമുട്ട് ഒന്ന് വിരിയാനായിട്ട്. ഭയങ്കര മണമായിരിക്കുമല്ലോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് നിറച്ചിങ്ങനെ റെഡ് കളർ പൂവാകുന്നൊരു ചെടിയാണേ. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ തുളസി നമുക്ക് 2 എണ്ണം ഇങ്ങനെ വലുതായിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഈ കാണുന്നുണ്ടോ, ഇത് തുളസിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ തുളസിയുടെ കിളുത്ത് വരുമ്പം വരുന്നത്. ഇത് കാട്ടുവള്ളയാണ്, ഇത് തുളസിയല്ല. ഇത് കാട്ടുവള്ളയാണ്. ഇതും കാട്ടുവള്ളയാണ്. ഇതൊക്കെ കാട്ടുവള്ളയാണ്. തുളസി അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ബന്ദി, മാരിഗോൾഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അതാണ്. പിന്നെ ഇതൊരു റോസയാണ് കേട്ടോ. പിന്നെ ഇതിവിടെ ഒരു ബന്ദി. പിന്നെ ഇത് വേറൊരു ചെമ്പരത്തി, ഇതൊരു വേറൊരു കളറാണ്. അതിൻ്റെ മുട്ടൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഇത് ലാവൻഡറാണ്, ലാവൻഡർ കേട്ടോ, ലാവൻഡർ. രാജേഷ് ഇവിടെ ടൊമാറ്റോ കൊണ്ടുപോയിട്ട് വെച്ചേക്കും. അവിടെ പറഞ്ഞ് ഭയങ്കര വെള്ളമായിട്ടാന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ വേറൊരു ലാവൻഡറാണേ. പിന്നെ ഇത് ഞാൻ മാരിഗോൾഡ്, അതായത് നമ്മുടെ ബന്ദി ഇങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുഴിച്ച് വെച്ചതാട്ടോ. പൂ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇത് വേറൊരു ചെടിയാണേ, സെയിം തന്നെ. ഓക്കെ, പിന്നെ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഫ്രണ്ടിൽ. ഈ 10 മണിയുടെ പൂവ് ഞാൻ നിങ്ങളെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇത് വിടരുന്ന ഇത് സമയത്തല്ലേ വിടരത്തുള്ളൂ, അതുകൊണ്ടാട്ടോ. അതുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ നല്ല ഭംഗിയില്ലേ ഇത്. ഇത് വേറൊരു കളറ്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കവിടെ ഒരു എന്താ പറയുന്ന ഒരു 10 മണിയുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. അപ്പം ഇതിപ്പം വളർന്ന് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഇതേ നിറച്ച് ഒരു പൂ ഉണ്ടാക്കണമല്ലോ നമ്മുടെ 10 മണിയിൽ. എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 10 മണി. അപ്പം 10 മണിയിൽ മുട്ടിട്ടിട്ടുണ്ടേ, കണ്ട മുട്ടിട്ടേക്കുന്നത്. അപ്പോൾ ഇത് കോഴികളെ ഇട്ട്, അപ്പോൾ ഇതൊന്ന് മുറിച്ച് ഒടിച്ചൊടിച്ച് നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണിക്കാം. ഓക്കെ, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് വലിയ പൂക്കളൊന്നുമില്ല കേട്ടോ, എല്ലാം വാടി ഇത് അതിൽ നിറച്ചത്തെ പൂക്കളായിരുന്നു. കുറച്ച് ഒടിച്ചൊക്കെ കൊടുക്കണം. പിന്നെ നമ്മുടെ നാരകം ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ. നാരകത്തിൻ്റെ കുറച്ച് ഇലകളൊക്കെ പോയി. ഞാനിതുകൊണ്ട് നാരകത്തിൻ്റെ കിളുന്നെല്ലാം പറിച്ചായിരുന്നല്ലോ. അപ്പോൾ പുതിയ നമുക്ക് ഇതുണ്ടാവുന്നുണ്ട് കിളുന്തേ. അപ്പം ഇതിൻ്റെ അകത്ത് ഈച്ച വരുന്നു. എന്താ പറയുക, ഇതിനകത്ത് ഈ പിസ്തയുടെ ഷെല്ലും അതും ഇതും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ, അതാണ്. ഓക്കെ, പിന്നെ ഇത് നമ്മളെ പനിക്കൂർക്ക കേട്ടോ. ഇവിടെ പനിക്കൂർക്ക അകത്തിരുന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ വേറെ ഒരെണ്ണം അകത്തും ഉണ്ട്, നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും പോയെങ്കിലോ എന്ന് വിചാരിച്ചേ. അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞു തണ്ട് നമുക്ക് ആരാ ഇത് ലാസ്റ്റ് തന്നെ. അയ്യോ, ഇത് പൊന്നൂസേ, എടാ ഒരു പനിക്കൂർക്ക മൊത്തം ഒടിഞ്ഞു പോയി. ഉണ്ടോ, പനിക്കൂർക്ക മൊത്തം ഒടിഞ്ഞു പോയിട്ടോ. രാജേഷിൻ്റെ ഗ്രംബി ഗ്രാൻഡ്ബ ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ, ഗ്രംബി ഗ്രാൻഡ്ബ. ഇവിടെ ഞാൻ നമ്മുടെ ഒരു സാധനം പാകി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ 4 മണിയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ കാണിക്കുവാണെങ്കിൽ ഇത് വേറൊരു കളറാട്ടോ. ഇതിൻ്റെ പൂവുണ്ടായ സമയത്ത് എടുക്കേണ്ടതായിരുന്നു, പക്ഷേ താമസിച്ച് പോയി. ഞാനപ്പോൾ ഇതിൻ്റെ പൂവുണ്ടാകുമ്പോൾ ഞാനൊരു ഫോട്ടോ
പൂ ഉണ്ടാകുന്ന സമയത്ത്, അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകും, സമയം അനുസരിച്ചിട്ടാണ് ഇത് പൂ ഉണ്ടാകുന്നത്. ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ കാ വറക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അതങ്ങ് വിരിഞ്ഞു. ഇതിനൊരു സംശയമാണെന്ന് തോന്നുന്നു എപ്പോഴാണ് വിരിയേണ്ടതെന്ന്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ താമര. ഇതുവരെ താമരപ്പൂ ഉണ്ടായില്ല. ഞാൻ വെയിറ്റിംഗ് ആണ് താമരപ്പൂ ഉണ്ടാകാനായിട്ട്. കുറേ നാളായി. ഇടയ്ക്കത് പോകും, പിന്നെ വരും, അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മുടെ ബൊഗൈൻവില്ലയാണ് കേട്ടോ. പിന്നെ അത് 4 മണി തന്നെ. പിന്നെ അതവിടെ കുറച്ച് അതും ഇതൊക്കെ ചെടികളും കാര്യങ്ങളും ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ്. പിന്നെ ഇതൊരു നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, അല്ലേ? പേരൊന്നും എന്നോട് ചോദിക്കല്ലേ, എനിക്കറിയത്തില്ല. പിന്നെ അതങ്ങനെ. പിന്നെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ രാജേഷ്, എനിക്ക് തോന്നുന്നു ഇവിടെ ചീര ഉണ്ട്, പിന്നെയും പാകി വെച്ചിട്ടുണ്ട്. നിറയെ ചീര കുഞ്ഞു കുഞ്ഞു പിന്നെയും പാകി വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്നറിയില്ല, നിറയെ ചീര ഇവിടെ അല്ലാതെ തന്നെ ഇവിടെയും എന്തൊക്കെയോ പാകി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വല്ലതും പാകിയിട്ടുണ്ടോ? അവിടെയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഇതൊരു സീനിയാണ് കേട്ടോ, സീനിയ. പിന്നെ ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പാഷൻ ഫ്രൂട്ടുകളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട്. ഈ കരികളിൽ അവിടെ തൂങ്ങിക്കിടക്കാം. നമുക്ക് കരികൾ നമുക്ക് പച്ചക്കറികൾക്ക് ഇടുന്നത് നല്ലതാണ്. പിന്നെ ഓട്ടമൊക്കെ ആയി വരുന്നു, കാരണം അങ്ങനെ. പിന്നെ ഇവിടെ ഇങ്ങനെ പറയുവാണ് ഈ ചെടികൾ കാര്യങ്ങൾ ഇതിങ്ങനെ നിറച്ച് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ, പേര് എനിക്ക് ഓർമ്മയില്ല, അതാണ്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഒരു നല്ല ഒരു വയലറ്റ് കളറുള്ള പൂ, അതാണ് കേട്ടോ. ഇനി ഇത് നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു റോസയൊക്കെയാണ്. ഇവിടെയൊക്കെ റോസയാണ് കേട്ടോ നിൽക്കണേ. സൂം കൂടുതലാണ്, അതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, മുല്ലയാണ് കേട്ടോ. മുല്ല കാണാമോ? കണ്ടോ മുല്ലയുടെ ഇത് പിച്ചി എന്ന് പറയും നമ്മൾ, അല്ലേ? ഇല കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിവിടെ ഒരു പുതിയ ഒരു വാതിൽ പോലെ വെച്ച്, എന്നാണെന്നറിയാമോ? പൂച്ച ഭയങ്കര ശല്യമാണ്, അതാണ്. ഇവിടെ നമ്മളുടെ കാട് പോലെ അവിടെ നിറച്ച് ഇങ്ങനെ പൂ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് മുല്ലകളും കാര്യങ്ങളും റോസയും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് ഞാൻ മുകളിൽ നിന്നും എല്ലാം കാണിച്ചു തരാം. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളും അതൊക്കെ ഇതൊക്കെ ഉണ്ട്. പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടോ. അങ്ങനെ ഇത് നമ്മുടെ സീനിയ. പിന്നെ അത് മൊത്തം നമ്മുടെ പുതിനയാട്ടോ. അവിടെ മൊത്തം ഈ പുതിനയാണ് ഉണ്ടായി വന്നേക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇതിവിടെ കുറച്ച് തക്കാളിയൊക്കെ പിന്നെയും കൊണ്ട് നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പ്രിംഗ് ഒനിയനാണ്. അപ്പോൾ ഇത് വിത്തിന് വേണ്ടിയിട്ട് സബോളയുടെ ഇത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറിച്ചെടുക്കുവാണ് കേട്ടോ. അത് അവിടെയൊക്കെ ഉണ്ട്. അപ്പം അത് കഞ്ഞിവെള്ളം പുളിപ്പിക്കാൻ വേണ്ടി വെച്ചാണേ. അപ്പം രാജേഷ് ഇന്നലെ പ്രഷർ വാഷ് വെച്ച് ഇവിടെ എല്ലാം കഴിയും. അത് കാരണം ബക്കറ്റ് നിറച്ചും മണ്ണായി. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വളം ഇതാണ് കേട്ടോ, ചിക്കൻ മാനുവർ 100% നേച്ചർ. ഇതിങ്ങനെ ഒരു വലിയൊരു ബക്കറ്റ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പം ഇത് നമ്മുടെ എന്താണെന്നറിയോ നിങ്ങൾക്ക്, മഞ്ഞളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കെയിൽ, നിറയെ കെയിലാണ് കേട്ടോ ഇത്. പിന്നെ എന്താ പറയുക, തക്കാളി ഇങ്ങനെ ഇത് വയ്ക്കുന്നതുകൊണ്ട് നിങ്ങളെ സ്നെയിൽസ് അറ്റാക്ക് ചെയ്തില്ല. തക്കാളി ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത്തേൽ കാണാമല്ലോ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് മൊത്തം പറിച്ചെടുത്തത്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഇതും പറിച്ചപ്പോൾ തന്നെ ധാരാളം ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ നിപ്പുണ്ട്, ആവശ്യമുള്ളപ്പോൾ പറിച്ചെടുത്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ബീട്രൂട്ടും കാര്യങ്ങളും ഒക്കെയാണ്. ഈ വീഡിയോ നല്ല ലെന്താവും, ഞാൻ ഫുൾ ഗാർഡൻ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങയാണ് കേട്ടോ ഈ കാണുന്നത്, വഴുതനങ്ങ. ഓക്കെ, അങ്ങനെ. പിന്നെ ഇത് കുറച്ച് സാലഡ് ലീവ്സും ക്യാരറ്റ്, നമുക്ക് കാണാൻ ക്യാരറ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് വൈറ്റ് ക്യാരറ്റ് ആയിരുന്നോ അറിയില്ല, ഞാൻ ഓർക്കുന്നില്ല. അതെ കാണാമോ നിങ്ങൾക്ക്, നമ്മുടെ ക്യാരറ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇതെന്തോ ഒരു ചീര, ഇതിൻ്റെ പേരെന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല. രാജേഷാണ് കൊണ്ട് കുഴിച്ച് വെച്ചേ. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്ക ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട്, കാണാമോ? കണ്ട, ഇത് ചെറി ടൊമാറ്റോസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി. കണ്ട, നിറയെ ഉണ്ടായിട്ടുണ്ടേ. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ
ചീര, നമ്മുടെ ചുമല ചീര ഞാൻ കുറേ പറിച്ചു എല്ലാവർക്കും കൊടുത്തു, നമ്മൾ പറിച്ച് കറി വെക്കുന്നുണ്ട്. അപ്പം പിന്നെയും ഒത്തിരി ചീരയുണ്ട്. മൂത്ത് പോയാൽ പിന്നെ ഇതിനൊരു ടേസ്റ്റ് ഇല്ല, അതാണേ എൻ്റെ. ഓ രാശ അതിനകത്തെല്ലാം കയറ്റി വെച്ചോ. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രോബെറീസ് ആട്ടോ, ഇത് മൊത്തം സ്ട്രോബെറീസ് ആണ്. ഇവിടെ ഇങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ ഇതിവിടെ മത്തൻ, അതൊന്നും നിങ്ങൾ ഞാൻ കാണിക്കണമെങ്കിൽ ഇത് കുറേ ഉണ്ട് കേട്ടോ കാണിക്കാൻ. അപ്പം ഇത് മൊത്തം മത്തനാണ്. മത്തനയിൽ ഇത്രയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ കാണുന്നേ, അപ്പം ഒന്നും കാണുന്നില്ല. ഇത് നമ്മുടെ റോസ്മേരി ആണേ. ഓക്കെ, റോസ്മേരി. പിന്നെ ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ആക്ച്വലി. പിന്നെ ഇത് നമ്മുടെ മത്തൻ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ള ആണ്. ദൈവം സഹായിച്ച് ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മത്തന് പച്ച കളറും മത്തനാണേ. ഞാൻ തൊടുന്നില്ല, തൊട്ടെങ്ങാനും പോയെങ്കിലോ പേടിയാണ്. പിന്നെ ഇവിടെ വേറെ ഇതൊക്കെ ചെറിയൊരു മത്തൻ പോലെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊന്ന് കണ്ടിട്ട് അത്ര വലിയ സുഖം വരുമോ ഒന്നും അറിയത്തില്ല. ഇതിവിടെ ഒരു മത്തനുണ്ട്. മത്തൻ്റെ പൂവൊക്കെ ഒത്തിരി നല്ലതാണേ. അപ്പം എന്താ പറയുക, ഞങ്ങളിത് പറിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ രാശിന് പറഞ്ഞു പറിക്കണ്ട, ഇത് പോകും കണ്ടോ, ഒരു മഞ്ഞ കളർ ഓൾറെഡി ആയി, അത് പോകുക നിൽക്കില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പം നമ്മുടെ വള്ളിപ്പയർ ഞാൻ എന്നും വന്ന് നോക്കും, വള്ളിപ്പയറായോ ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ഒരെണ്ണം പോലും ഇതുവരെ അല്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ട്, ഇതിങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ടേ. പക്ഷേ ആയിരുതേ. അപ്പം നമ്മുടെ ഇത് ഞാൻ എന്നും നിങ്ങളെ ബോട്ടിൽ ഗാർഡ് ചുരയ്ക്കാന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലേ. അപ്പോൾ ഒരാളിവിടെ വലുതായിട്ടുണ്ട്. എല്ലാം ഒന്നും വലുതാണ്. എനിക്കൊന്ന് ഭയങ്കര ചൂടും ഈ വർഷം. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ചുരയ്ക്ക, കാണാമോ? ഈ കാണുന്നത് ഇതാണ് കേട്ടോ. അടിയിൽ കൂടെ എനിക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതാണ്, കണ്ടോ ഇത്. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ നിങ്ങൾക്ക് കുറച്ച് കത്തിപ്പയറും സാധനങ്ങളും ഒക്കെ കാണാം. ഓക്കെ, അങ്ങനെ അതവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ പയറ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെ പയറ്, ഇത് കത്തിപ്പയറാണ്. കണ്ടോ ഇങ്ങനെ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ചീരകളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. വഴുതനങ്ങയുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, ചീരയുണ്ട്, ബീട്രൂട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ബേ ലീവ്സാണ്. വലിയൊരു എട്ടുകാലി. അമ്മേ, എട്ടുകാലിയുടെ ഇടയിൽ കൂടെ നമ്മൾ നടന്നിട്ടേ എട്ടുകാലി അങ്ങനെ കടിച്ചാൽ നല്ല പണി കിട്ടും. ഇത് 10 മണിയാണ്. ഇത് നമ്മുടെ എന്താ അതിൻ്റെ പേരും പറഞ്ഞു, പാഴ്സലി കേട്ടോ. ഇത് മിൻ്റാണ്. പിന്നെ ഇങ്ങനെ പോയി ഇത് നമ്മുടെ വേറൊരു മത്തനാണ്. പക്ഷേ ഇത്തെ മത്തങ്ങ ഒന്നും ഉണ്ടായിട്ടായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞതേ ഇതാട്ടോ നമ്മുടെ വാഴയിലുണ്ടായ കുഞ്ഞുങ്ങൾ. 1, 2, 3, 4, 5 ഉണ്ടായിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നന്നായിട്ട് വലുതാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പേര് താഴെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴ. ഓക്കെ, വഴ. പിന്നെ നമ്മുടെ പേര് നമ്മളൊന്ന് ബാഗൊക്കെ കെട്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ എനിക്ക് എത്തുന്നിടത്തൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ പഴുക്കുന്നുണ്ട്, കേടൊന്നും ഇല്ലാതെ കിട്ടാനായിട്ടോ അങ്ങനെ ചെയ്യണതേ. ആ പേര് ആ ബാഗിനകത്ത് നിറച്ചായി. അത് പറിക്കേണ്ട സമയമായെന്ന് തോന്നുന്നു, അത് പറിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേഴ്സ് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇച്ചിരി സൂം ചെയ്താൽ കാണാമോ? കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പേര്. കണ്ടോ, അവിടെ എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ആപ്പിളാണേലും അവിടെ നിറയെ ആപ്പിളുണ്ട്. ഈ പ്രാവശ്യം ഒത്തിരി നമുക്ക് ആവശ്യത്തിന് പറിച്ച് തിന്നാനുള്ള ആപ്പിൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, ഒത്തിരിയൊന്നുമില്ല. അങ്ങനെ ഓക്കെ, കണ്ടോ. പിന്നെ നമ്മളിവിടെ നിറച്ചൊരു കവാടം പോലെ ഒരു റോസ ഉണ്ടായിരുന്നു, നമ്മളത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇനി പുതിയ ഇതായിട്ടുണ്ടാകുന്നത്, കാരണം അതിന് കുറച്ച് കേടൊക്കെ ബാധിച്ചായിരുന്നേ, അതാണേ. പിന്നെ ഇത് മൊത്തം കുറ്റിപ്പയർ. എത്രയൊക്കെ എന്നെ മണ്ണ് വീണേക്കെന്നുണ്ട്. രാശി ഇവിടെ മൊത്തം പ്രഷർ വാഷ് ചെയ്തു. ഈ കല്ലെല്ലാം പ്രഷർ വാഷ് ചെയ്ത് നല്ല വെളുപ്പിച്ചു, അതാണേ. അപ്പം ഇവിടെ ചീരയുണ്ട്, പയർ. ഇത് മൊത്തം കുറ്റിപ്പയറാണ് കേട്ടോ. അപ്പം ഇത്രയൊന്നും കുറ്റിപ്പയറൊന്നും ഞാൻ കണ്ടില്ല. അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത്രയും ഇങ്ങനെ ഉറുമ്പ് കയറിയാണെന്ന് തോന്നുന്നു അത് പോയത്. പിന്നെ ഇത് മൊത്തം ഈ സൈഡ് ഇത് മൊത്തം കെയിൽസും ചീരയും കാര്യങ്ങളും. ഇന്ന് കെയിൽ പറിക്കണം, തോരൻ വെക്കാമെന്ന് വിചാരിക്കണോ. അപ്പം ഇത് നമ്മുടെ ചൊരയ്ക്ക, കത്തിപ്പയർ, ആ പയർ, ഈ പയർ എല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെയാണത്. പിന്നെ നമ്മുടെ ഇവിടെ വരുമ്പോൾ
ഇത് നമ്മുടെ ആപ്പിൾ മരമാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക മുന്തിരിങ്ങ കേട്ടോ, മുന്തിരിങ്ങ കണ്ട, മൊത്തം മുന്തിരിങ്ങ എല്ലാം ചിലതൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കണ്ട. ഭയങ്കര ചൂട്, നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പിൽ മോഹൻലാലൊക്കെ അഭിനയിച്ച പോലെ. ഇത് പറഞ്ഞു വരുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ടി വിയിലും ഫേസ്ബുക്കിലും എവിടെ തുറന്നാലും യൂട്യൂബ് നോക്കിയാലും ഇപ്പം എല്ലായിടത്തും നമുക്ക് എന്താ പറയുക ഓരോ ന്യൂസുകൾ മാത്രമേ കാണാനുള്ളൂ. സിനിമേനെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും നമ്മുടെ മനസ്സിലുള്ള ഇമേജ് എല്ലാം തകരുന്ന രീതിയിലൊക്കെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള കൃഷി കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഒത്തിരി നെഗറ്റീവ് കമൻസായ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കത് ബാധിക്കും. നമുക്കൊരു വിഷമല്ലേ. അപ്പം എന്താ പറയുക, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത് നമ്മുടെ കുറച്ച് ചീരകളാട്ടോ. അപ്പം ഇച്ചിരി വലിയ സൂമാക്കി കാണിച്ചു തരാം. ഇത് നമ്മുടെ ചീരകൾ കേട്ടോ, കണ്ടോ. അപ്പോൾ ചീരകൾ, പിന്നെ ഇത് നമ്മുടെ റോസുകൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാനിങ്ങനെ ഇതൊക്കെ വെച്ച് ഈ ഫ്രെയിമൊക്കെ വെച്ചത് കണ്ടോ. പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ട്. പിന്നെ അത് അവിടെയാണ് നമ്മുടെ ഒനിയൻ ഇരിക്കുന്നത് കണ്ടോ, സബോള. നമ്മളത് മൊത്തം പറിച്ചാണ്, അപ്പോൾ അത് പുതിയ ഷൂട്ടായി വരുന്നുണ്ടത്. പിന്നെ ഇത് മൊത്തം കെയിൽസാണ്. കെയിൽസൊക്കെ ഒന്ന് പറിക്കണം, ഇതുവരെ പറിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എന്താ പറയുക, പിന്നെ ഇത് നമ്മുടെ സ്പിനേജ് പിന്നെ ഉണ്ടായി വരുന്നുണ്ട്, അതാണ്. പിന്നെ ഇത് മൊത്തം നമ്മുടെ എന്താ പറയുക സ്ട്രോബെറീസ്. പിന്നെ അത് നമ്മുടെ കരിമ്പ് അവിടെ വെച്ചത് പോയെന്ന് തോന്നുന്നു. അപ്പം ഇത് നമ്മുടെ റോസപ്പൂക്കൾ കേട്ടോ, റോസപ്പൂക്കൾ. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ഒലിവിൻ്റെ മരാട്ടോ, ഒലിവ്. ഇതിൽ ഒലിവുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ റോസ, വേറൊരു കളറ് റോസപ്പൂവാണേ. പിന്നെ അവിടെ വേറെ കുറച്ച് റോസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെയും കുറച്ച് കെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ മത്തൻ. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വള്ളിപ്പയർ. ഇതൊന്നും ഞാനിതുവരെ കണ്ടില്ല. പയറുണ്ടായതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ മൊത്തം കെയിലാണേ. മൊത്തത്തെ പുഴുവുണ്ടാകുന്നുണ്ട് കേട്ടോ. അത് സ്പ്രേ അടിക്കണം. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പോന്നാൽ ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ തറയൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചേക്കുവാ. പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കുഴിച്ചപ്പോൾ കിട്ടിയത് നമ്മുടെ ഒരു വലിയൊരു എന്താ പറയുക ബീട്രൂട്ട് അവിടെ ഉണ്ടായിരുന്നേ. അതിൻ്റെ തണ്ടാണ്. പക്ഷെ അത് കുഴിച്ച് വെക്കാൻ കഴുകി വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നോക്കാം. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ നമുക്കത് തക്കാളിക്ക ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ചീര അങ്ങനെ കുറേ സാധനങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുറേ എന്താ പറയുക ചീനിയേനെ ഇതേ പതുക്കെ കാണാതെ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ടേ. പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്. നമ്മുടെ പയറും കാര്യങ്ങളും ഓക്കെ. പിന്നെ ഇത് നമ്മുടെ അച്ചോച്ച. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അച്ചോച്ചയിൽ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ മൂത്തത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു കളർ വ്യത്യാസം കണ്ടോ. ഇത് മൂത്തിട്ടില്ല, ഈ പച്ച കളർ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള അരി നല്ലതാണ്, കറുത്ത നല്ല മച്ചുറായിട്ടുള്ളതാണ്. അത് നമുക്ക് കുഴിച്ച് വെക്കാം. പിന്നെ അവിടെ ചീര. ഇത് നമ്മുടെ എന്താ പറയുക ഇതിന് മുകളിൽ കയറ്റി വെച്ചേക്കുന്നത് നമ്മുടെ ചൊരക്കയാണ് കേട്ടോ. അച്ചോച്ചയും അവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാണാമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ അച്ചോച്ച ഉണ്ടായിട്ടുണ്ട് അവിടെ ധാരാളം. അയാൾ അച്ചോച്ചയുണ്ട്. പിന്നെ ഇതേ അവിടെ നമ്മുടെ സ്പ്രിങ് ഒനിയനും കാണാൻ അതിനകത്ത് ഉള്ളി ഉണ്ടാക്കണമല്ലോ. നമുക്ക് ആവശ്യം ഞാൻ ഇവിടുന്ന് കേട്ടോ പറിച്ചെടുത്തുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് കുഞ്ഞ് അച്ചോച്ചയൊക്കെ അതെ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അതാണ് നമ്മുടെ വാട്ടർ ബട്ട് കണ്ടോ. ഇതിനകത്തു നിന്നാണ് നമ്മൾ മഴവെള്ളം സംഭരിക്കുന്നത് കണ്ടോ. ഇതിനകത്ത്
നിങ്ങൾക്ക് കാണാം. വെള്ളം നമ്മൾ ഉപയോഗിച്ചാണ്, ഇത്രയും വെള്ളമേ ഉള്ളൂ, മഴ വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ ഒരു ഇത് കണ്ടോ, ഇത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം കളക്ട് ചെയ്ത് വരുന്നതാണ്. ഇത് നമ്മുടെ ഷെഡാണ് കേട്ടോ. അപ്പം എന്തേ ഇവിടെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ ഇവിടെ ഇത് കണ്ട, ഇങ്ങോട്ട് പുറത്തേക്ക് പാവലും കോവലും ഒക്കെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പാവയ്ക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമോ എന്നൊന്നും. എന്താ അത് കോവയ്ക്കൊക്കെ ഇവിടെ വന്ന് ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അകത്തേക്ക് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അകത്തേക്ക് കാണിക്കുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ കുഴിച്ച നമ്മുടെ എന്താ ഇതാണ് എന്തുവാ നമ്മുടെ കരിയാപ്പില. അയ്യോ, എൻ്റെ തിരിച്ച് വെള്ളം ഒഴിക്കണം, ഉണങ്ങിയിരിക്കുന്നു. പിന്നെ ഇവിടെ വേറൊരു കരിയാപ്പിലയുണ്ട്, അതിങ്ങനെ വെച്ചാൽ അത് പോകും. അപ്പോൾ അവിടെ ഉണ്ടാവുന്നു. മഴയൊക്കെ പെയ്യുമെന്ന് പറയുന്നു, ചെറിയ കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇത് വഴുതനങ്ങയൊക്കെ പൂവുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, ഇച്ചിരി വലുതാക്കി കാണിക്കാം. മുളക് എന്താ പറയുക, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ കണ്ട, അവിടെയൊക്കെ മുളകയിലൊക്കെ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, നമ്മുടെ കോവയ്ക്ക മൊത്തം പറിച്ചു. ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കോവൽ കുറേ നാൾ നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്നാ പറയുന്നത്, നമ്മുടെ പാവയ്ക്കയിൽ ചില പാവയ്ക്ക നന്നായിട്ട് വലുതായിട്ടുണ്ട്, അതൊന്ന് കാണിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്കത് അതേനാ ഇതാട്ടോ, നിങ്ങൾക്ക് കാണാമോ? ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ കിടക്കണുണ്ടോ, കണ്ട പാവയ്ക്ക, വെളുത്ത പാവയ്ക്കയാണ്. അപ്പോൾ അവിടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എനിക്കത് നിങ്ങൾ സൂം ചെയ്ത് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാമോ, അവിടെ കോർജറ്റ് ഉണ്ടായി കിടപ്പുണ്ടേ, അതൊന്ന് പറിക്കണം. പക്ഷേ എന്താ, എനിക്ക് ക്യാമറ കൊണ്ട് അവിടെ വരെ ചെല്ലാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലാണ്, ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ പാവയ്ക്ക് ചിലതൊക്കെ ഉണ്ടല്ലോ, അത് പഴുക്കത്തങ്ങ് പോവും. അതുകൊണ്ടോ എനിക്കൊന്ന് ഭയങ്കര ചൂടാണ് ഇവിടെ. ഇന്നിപ്പോൾ ചെറിയ കാറ്റൊക്കെ വീശുന്നു, ചിലപ്പം മഴ പെയ്യുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, വേറൊരു പാവയ്ക്കൊക്കെ പഴുത്ത് കിടക്കുന്നേ കണ്ടോ. പാവയ്ക്കയുടെ കുരു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാമോ ഞാൻ ഈ കാണിക്കുന്നത്? എൻ്റെ പാവയ്ക്ക അവിടെ കിടപ്പുണ്ടേ കണ്ടോ, നമ്മുടെ പാവയ്ക്ക. ഓക്കെ, അങ്ങനെ 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 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കോർജറ്റും കൂടെ ഞാനൊന്ന് കൊണ്ട് കാണിച്ചു തരാം നിങ്ങളെ. നിങ്ങളുടെ കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ്റെ ഏകദേശം ഞാൻ കാര്യങ്ങളെല്ലാം കാണിച്ചു. പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവുണ്ടോ, നിങ്ങൾക്ക് കാണാമോ? ഉണ്ടോ, പാഷൻ ഫ്രൂട്ട് നിറച്ചുണ്ടായിട്ടുണ്ടേ കണ്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണേ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നെല്ലിമരം കേട്ടോ. നെല്ലിക്ക ഈ പ്രാവശ്യം അധികം കാര്യമായിട്ട് ഈ പ്രാവശ്യം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒന്ന് നിറച്ച് നെല്ലിക്കയായിരുന്നേ. അപ്പം നമ്മൾ ഇതിങ്ങനെ പോയാൽ ഇവിടെ നമ്മളുടെ കോർജറ്റ് കണ്ടോ, കോർജറ്റല്ല കുക്കുംബർ കാണാമോ? അവിടെ ഉണ്ടൊരെണ്ണം. പിന്നെ മൈ ഗോഡ്, ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടേ, നല്ല നീളത്തിൽ കണ്ടോ. കാണാമോ അതിൻ്റെ നീളം? ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും നീളമുണ്ടേ. അപ്പറേ ഒരെണ്ണം കിടപ്പുണ്ടേ കണ്ടോ കണ്ടോ. എനിക്കൊന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്, പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഗാർഡൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ UK നമ്മൾ എന്താ പറയുക, ഒരു കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക്
ഇങ്ങനെയും പച്ചക്കറികളൊക്കെ നമുക്ക് നട്ട് വളർത്താം. നമുക്ക് വലിയ വിവരമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പലരിൽ നിന്നും കേട്ടറിഞ്ഞതും പിന്നെ യൂട്യൂബിൽ പല പല കൃഷിക്കാരുടെ അനുഭവങ്ങളും അവരുടെ ടിപ്സും ഒക്കെ ഉപയോഗിച്ചാൽ നമ്മൾ ഇത്രയും വരെ ആയത്. നമ്മൾ വീട് മേടിച്ചപ്പോഴും ഞാൻ പറഞ്ഞു പല പ്രാവശ്യം, വെറും ഗ്രീൻ, അതായത് പുല്ല് മാത്രമായിരുന്നു നമ്മുടെ പറമ്പിലുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഇത്രയൊക്കെ ആക്കിയത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ഇൻസ്പയർ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.